KT ജലീലിനെ പോലെ ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള PK ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടിനപ്പുറത്ത് ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടം എന്ന രീതിയിലേക്ക് ഫിറോസിൻ്റെ മറുപടി വരിക, വീണ്ടും താങ്കളുടെ മറുപടി വരിക, അങ്ങനെ അത് ആ ഒരു തലത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ? ഒരു കുറുവാ സംഘത്തിൽ അംഗമായിട്ടുള്ളയാൾ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതൃപദവിയിലൊക്കെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ആ പാർട്ടിയെ തന്നെ വിൽക്കില്ലേ? സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വിൽക്കാൻ വരെ തയ്യാറാകുമല്ലോ. മുസ്ലിം ലീഗിൽ മറ്റേത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ജോബ് വിസയുള്ള എത്ര ആളുകൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ട്? തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ സത്യവാങ്മൂലമായി തൻ്റെ ഇൻകം എത്രയാണ് എന്ന് ഫിറോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47 ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ളയാളാണ് താനെന്ന് 2021 പറഞ്ഞയാളാണ് ശ്രീ ഫിറോസ്. ആ ഫിറോസ് 3-4 വർഷം കഴിയുമ്പോഴേക്ക് അതിസമ്പന്നനായിട്ട് മാറുക എന്ന മായാജാലമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ വിസയുടെ കാര്യം, ജോബ് വിസ എന്നാണ് അവസാനിക്കുന്നത്? നിങ്ങൾ ആ ഡേറ്റ് നോക്കിയോ? അത് 3-ാം മാസം മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ട് അത് അവസാനിക്കുന്നു. കാരണം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല? ജോബ് വിസ ഉണ്ടാവില്ല. 2020 ഡിസംബർ 31 അദ്ദേഹത്തിൻ്റെ ജോബ് വിസ തീർന്നു. 2021 ഏപ്രിൽ മാസത്തിൽ, മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ മറ്റു വല്ല ജോലിയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൊഫഷൻ എന്നുള്ള കോളത്തിൽ അദ്ദേഹം എഴുതിയത് ലോയർ എന്നാണ്. ഈ പ്രാവശ്യം അദ്ദേഹം എന്തെഴുതുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ലോയർ ആയിക്കൊണ്ട് ഇങ്ങനെ വേറൊരു ജോലി അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയില്ല, ഒരു ശമ്പളക്കാരനാകാൻ സാധിക്കില്ല എന്നാണ് ബാർ കൗൺസിലിൻ്റെ നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാർ കൗൺസിൽ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.